സ്ത്രീ പ്രവേശന സമയത്തെ നിലപാടിൽ നിന്നും ഇടതുപക്ഷം അല്ലെങ്കിൽ CPM മാറുന്നു എന്ന വിമർശനമാണ് പ്രധാനമായി വരുന്നത്. അത്തരമൊരു വിലയിരുത്തൽ തെറ്റു പറയാൻ കഴിയുക? ഇപ്പോൾ അത്തരമൊരു പ്രശ്നം ഇവിടെ ഇല്ലല്ലോ. ഉള്ള പ്രശ്നം പറയൂ. നിങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള കാര്യം പറഞ്ഞൊരു കാര്യമുണ്ടോ? ഇപ്പോഴുള്ള പ്രശ്നം ഇപ്പോൾ പറയുക. ആ കാര്യത്തിനനുസരിച്ച് കാര്യങ്ങൾ നടക്കുക. ഇത് ഒരു കാര്യം മുടക്കാൻ ഇങ്ങനെ കണ്ടുപിടിക്കാൻ പുറപ്പെടുന്നത് എന്തിനു വേണ്ടിയാണ്? സതുദ്ദേശപരമാണോ? അന്നത്തെ കാലഘട്ടത്തിൽ അന്നുണ്ടായിട്ടുള്ള ഒരു കാര്യം, അതിന് മുമ്പത്തെ കാലഘട്ടത്തിൽ അതിന് മുമ്പുണ്ടായിട്ടുള്ള കാലം, അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ, അതിനനുസരിച്ചിട്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമൊക്കെ. ഇപ്പോൾ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലൊക്കെ എത്ര മാറ്റം വന്നു അത് നമ്മൾ കാണണ്ടേ? ആ വരുന്നത് സമൂഹത്തിൻ്റെ പൊതുവായിട്ടൊരു ധാരണയുടെ ഭാഗമായിട്ടാണ്. അപ്പോൾ അത് കഴിഞ്ഞ കാലഘട്ടം അതങ്ങ് പോയി. ഇപ്പോൾ അതെടുത്തുകൊണ്ട് നടക്കേണ്ട കാര്യം എന്തിനാണ്? ഇപ്പോൾ ഈ അയ്യപ്പ സംഗമം, അയ്യപ്പ ഭക്തന്മാരുടെ ഒരു സംഗമം നടക്കുന്നു. അതിനെ തകർക്കാൻ വേണ്ടി നടക്കേണ്ട കാര്യമുണ്ടോ? അത് കേരളത്തെ തകർക്കുന്നതിൻ്റെ ഭാഗമാണ്, വിശ്വാസികളുടെ വിശ്വാസത്തെ തകർക്കുന്നതിൻ്റെ ഭാഗമാണ് ഇത് അലങ്കോലപ്പെടുത്തുന്നത്. അത് ഭക്തന്മാർ, അയ്യപ്പ ഭക്തന്മാർ തിരിച്ചറിയും, ജനങ്ങൾ തിരിച്ചറിയും, കേരള സമൂഹം തിരിച്ചറിയും, ലോകത്തിലെല്ലാമുള്ള മലയാളികളും അയ്യപ്പ ഭക്തന്മാരും ഈ കാര്യം തിരിച്ചറിയും. ഈ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ സന്ദേശം വായിച്ചു അത്തരത്തിൽ സദുദ്ദേശപരമായിട്ടൊന്നാണോ? എല്ലാ മുഖ്യമന്ത്രിമാരെയും ക്ഷണിച്ചിട്ടുണ്ട്. എല്ലാ മുഖ്യമന്ത്രിമാരെയും ക്ഷണിച്ചിട്ടുണ്ട്. UP ഇന്ത്യയിലെ വലിയൊരു സംസ്ഥാനമാണ്. അദ്ദേഹത്തിന് എനിക്ക് എന്താണ് അതിൻ്റെ കാര്യം എന്ന് എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ എല്ലാ മുഖ്യമന്ത്രിമാരെയും ക്ഷണിച്ചില്ലേ? ആദ്യം വരാമെന്ന് പറഞ്ഞില്ലേ? കർണാടകത്തിൽ നിന്ന് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ ഇടപെടൽ കൊണ്ടല്ലേ? ഞാനതാ ചോദിക്കും, എന്തിനാണ് ഈ കേരളത്തിൻ്റെ ഈ വളർച്ച ഇങ്ങനെ തടസ്സപ്പെടുത്തുന്നത്? എന്തിനാണ് ഈ കേരളത്തിൻ്റെ പുരോഗതിയെ നിങ്ങളിങ്ങനെ കുത്തി മലർത്തുന്നത്? നിങ്ങളോട് ഈ കേരളം എന്താ തെറ്റ് ചെയ്തത് UDF-നോട്? അയ്യപ്പ സംഗമത്തിലും സർക്കാരിന്റെ രാഷ്ട്രീയ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കേണ്ട ഒരു രാഷ്ട്രീയ നിലപാടും അയ്യപ്പ സംഗമത്തിലില്ലല്ലോ. നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ചൂണ്ടിക്കാണിക്ക്. എല്ലാവരെയും ക്ഷണിക്കല്ലേ? പ്രതിപക്ഷ നേതാവിനെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി മണിക്കൂറുകളോളം കാത്തിരുന്ന് ക്ഷണിച്ചതല്ലേ? ആ ക്ഷണം നിരസിക്കാൻ എന്താ കാരണം? സങ്കുചിത രാഷ്ട്രീയമല്ലേ? എന്തിനാ അത് മറച്ചു വെക്കുന്നത്? ഇതൊന്നുമല്ല നമ്മുടെ നാടിന് ഗുണം പിടിക്കുന്നത്. അതുകൊണ്ട് അത്തരത്തിൽ പ്രതിപക്ഷ നേതാവും UDF-ഉം RSS സംഘപരിവാർ അവർ ഈ രാജ്യം കലഹമുണ്ടാക്കാൻ നടക്കുന്നവരാണ്. അവർ ചെയ്തിരിക്കുന്ന തിരുപ്പതിയുടെ കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. അവിടെ പശുവിൻ നെയ്യിനെ കൊണ്ടാണ് അവിടെ ഈ ലഡു ഉണ്ടാക്കുന്നത്. അതിനെപ്പോലും കലാപമാക്കി മാറ്റാൻ നടന്നവരല്ലേ? അല്ല, അത്തരത്തിലൊരു RSS നേതാവല്ലേ UP മുഖ്യമന്ത്രി? ആണ്. ഞങ്ങളതിനൊക്കെ എതിരാണ്. ഞങ്ങൾ മുഖ്യമന്ത്രി ഇതിനൊക്കെ ഞങ്ങൾ എതിരാണ്. എന്നാൽ അദ്ദേഹം മുഖ്യമന്ത്രിയല്ലേ? രാഷ്ട്രീയ എതിരുണ്ടെന്നുള്ളത് മുഖ്യമന്ത്രി തടസ്സപ്പെടുത്തുമോ? ഇന്ത്യയുടെ പ്രധാനമന്ത്രി RSS അല്ലേ? നിങ്ങൾ കാണേണ്ട കാര്യം അവർ ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട ഭരണപരമായ ചുമതല നിർവഹിക്കുകയാണ്. എല്ലാ മുഖ്യമന്ത്രിമാരെയും ക്ഷണിക്കുന്നു. എന്താ അതിലൊരു തെറ്റ്? അതിങ്ങനെ കണ്ടുപിടിച്ച് എടുത്തുകൊണ്ട് വന്ന് ദുർവ്യാഖ്യാനിക്കുന്നത് എന്തിനാ? സതുദ്ദേശപരമാണോ?